ഇന്ന് നമ്മുടെ സിറ്റൗട്ടത്തെ കുറച്ച് പ്ലാന്റ്സുകളൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയേട്ടാ, നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് അല്ലേ മണി പ്ലാന്റ്. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് മണി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. മണി പ്ലാന്റിലെ എൻജോയ് പോത്തോസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായത് നിയോൺ പോത്തോസ് ആയിരുന്നു കേട്ടോ. അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് എൻജോയ് പോത്തോസാണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ല ഹൈറ്റ് ആയിട്ടുള്ളൊരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇന്നർ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു വർഷമായിട്ടൊക്കെ ഉള്ള പ്ലാന്റ് കേട്ടോ. നമ്മൾ വളരും തോറും അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കലുണ്ട്. അതേപോലെ ഇത് സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. നമ്മളിത് ഇടയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ടൊക്കെ ഇങ്ങനെ വളർന്നു വരിക. ഒരുപാട് ഇങ്ങനെ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് ഞാനിങ്ങനെ സിറ്റൗട്ടത്തെ ചെടികളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പതിവുള്ളതായിട്ടാ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചുമറ്റിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ എൻജോയ് പോത്തോസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. എൻജോയ് പോത്തോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആട്ടോ. നമ്മൾ വെച്ച് കുറേ ആകുമ്പോഴാണ് അതൊന്ന് ഇങ്ങനെ എന്താ പറയുക ഹാങ്ങിങ് ആയിട്ടൊക്കെ വരലുള്ളത്. അതുപോലെ ഇങ്ങനെ ചാരിപടിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എൻജോയ് പോത്തോസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ റിക്ഷയ്ക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ടാണ്. നമുക്കിവിടെ ഒരുപാട് ഇങ്ങനെ ഇതിൻ്റെ മേത്തൊക്കെ വെക്കുന്നത് സാനുട്ടി ഇങ്ങനെ വന്ന് വലിക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇവിടെ വെക്കലില്ല. അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മളിങ്ങനെ ഒരു പോട്ടിനകത്ത്, ഒരു വെള്ള പോട്ടിനകത്ത് ഇങ്ങനെ വെച്ചെടുത്തിരിക്കുകയാണ്. ഇതിലൊരു ഗ്രീൻ കളറായിട്ടുള്ളൊരു മണി പ്ലാന്റും വന്നിട്ടുണ്ട് കേട്ടോ. അത് തനിയെ വന്നത് തന്നെയാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് കൂടിയിട്ടാട്ടോ ഈ മണി പ്ലാന്റ്. അതുകൊണ്ട് തോന്നുന്നു ഞാൻ അധികം നമ്മൾ അകത്തൊക്കെ വയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്ലാന്റ് തന്നെയാണ് എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. നമ്മൾ മണി പ്ലാന്റിൽ എല്ലാ വെറൈറ്റീസും ഞാൻ വെക്കലുണ്ട് കേട്ടോ അകത്ത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് എൻജോയ് പോത്തോസാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് ഏറ്റവും ഈസി ആയിട്ട് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാട്ടോ ഏറ്റവും വലിയൊരു കാര്യം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. അതല്ലാതെ നമുക്കിത് ആഴ്ചയിൽ ഒരു 1-2 തവണ മാത്രമേ നനച്ചു കൊടുക്കേണ്ടിയൊക്കെ വരുള്ളൂ. നമ്മളിങ്ങനെ സിറ്റൗട്ടിൽ കുറേ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നടുവിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്കത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയിട്ടായിരിക്കണമല്ലേ. അങ്ങനെ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മളെ ഈ മണി പ്ലാന്റ്. നമുക്കത് ഏത് വെറൈറ്റി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ എൻജോയ് പോത്തോസ് ആട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.